നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോഴേ പറഞ്ഞതല്ലേ, ഹെവേ മത്സരമാണോ RCB വേറെ ലെവലാണ്. ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചതിന് അവരുടെ ഹോം ഗ്രൗണ്ടിലിട്ട് മറുപടി കൊടുത്തിരിക്കുന്നു, പക വീട്ടിയിരിക്കുന്നു. RCB ചിന്നസ്വാമിയിൽ തകർന്നടിച്ചപ്പോൾ കൈയടിച്ചവരോട് അപ്പോഴേ പറഞ്ഞതാ, ഹെവേ മത്സരം ഒന്ന് വന്നോട്ടെ, കാണിച്ചു തരാം. അത് തന്നെ സംഭവിക്കുന്നു. ഹെവേ മത്സരത്തിൽ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. 7 വിക്കറ്റിന് വിജയമാണ് PBKസിന് മേൽ ഇപ്പോൾ നേടിയിരിക്കുന്നത്. കിങ് കോഹ്ലി 54 പന്തുകൾ 7 ഫോറും 1 സിക്സറും അടക്കം 73 റൺസുമായിട്ട് പുറത്താകുന്നു. ദേവദത്ത് പടിക്കൽ അഗ്രസീവായിട്ട് അദ്ദേഹം കളിക്കുന്ന കാഴ്ച. 35 പന്തുകളിൽ 5 ഫോറും 4 സിക്സും അടക്കം 61 റൺസ്. അവരാണ് RCBയുടെ ഈ വിജയത്തിന് അടിത്തറ പാകിയത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത PBKS നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 157 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും മികച്ച രൂപത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ആര്യ 15 പന്തിൽ നിന്ന് 22 റൺസ് എടുത്തപ്പോൾ പ്രഭ്സിമ്രാൻ 17 പന്തിൽ നിന്ന് 33 റൺസ് എടുത്തു. ശ്രേയസ് അയ്യരുടെ ഫോം ഒന്ന് ഡിപ്പായിട്ടുണ്ട്. ആ ഡിപ്പായത് തുടരുകയാണ്. 6 റൺസാണ് അദ്ദേഹം 10 പന്തിൽ നിന്ന് എടുത്തത്. ജോഷ് ഇംഗ്ലീഷ് 17 പന്തിൽ നിന്ന് 29 റൺസ് എടുത്തു. പിന്നെ ശശാങ്ക് സിംഗ് 33 പന്തിൽ നിന്ന് 31 റൺസ്, 20 പന്തുകളിൽ നിന്ന് 25 റൺസ് യെൻസനും എടുത്തു. അങ്ങനെയാണ് അവരൊരു വിധം 157 ഒപ്പിച്ചെടുത്തത്. മികച്ച ബൗളിംഗ് പ്രകടനമാണ് സുയാഷ് ശർമ്മ നടത്തിയിട്ടുള്ളത്. 4 ഓവറിൽ 26 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. ഒപ്പം കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി. ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് എന്ന കാര്യവും എടുത്തു പറയണം. മറുപടി ബാറ്റിങ്ങിൽ ഫിൽ സാൾട്ടിന് തുടക്കത്തിൽ നഷ്ടമായി. 3 പന്തിൽ നേരിട്ട് അദ്ദേഹം 1 റൺസാണ് എടുത്തത്. പക്ഷെ പിന്നീട് ആ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിച്ചടുക്കി. 109 റൺസ് എത്തിയതിനു ശേഷമാണ് ആ കൂട്ടുകെട്ട് പിരിയുന്നത്. ദേവദത്ത് പടിക്കൽ പിരിയുമ്പോൾ 35 പന്തിൽ 5 ഫോറും 4 സിക്സും അടക്കം 61 റൺസ്. അദ്ദേഹമാണ് കോഹ്ലി ഒരു ഭാഗത്ത് നിർത്തി കൂടുതൽ അഗ്രസീവായിട്ട് കളിച്ചത്. പിന്നെ പട്ടിദാർ 13 പന്തിൽ നിന്ന് 12 റൺസ്, ജിതേഷ് ശർമ്മ 8 പന്തിൽ നിന്ന് 11 റൺസ്. അതേസമയം മറുഭാഗത്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ കിങ് കോഹ്ലി 54 പന്തിൽ നിന്ന് 7 ഫോറും 1 സിക്സും അടക്കം 73 റൺസുമായിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 7 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു RCB. 8 കളിയിൽ നിന്ന് 10 പോയിന്റ് അവരും സ്വന്തമാക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.